ഹലോ ഗൈസ്, ഇന്ന് മണപ്പുള്ളിക്കാവ് വേലയാണ്. അപ്പൊ നമുക്ക് വേല കാണാൻ പോയാലോ? മണപ്പുള്ളിക്കാവിലെ ആന കാണാൻ പോയാലോ? തടവ് വെച്ചിട്ടാണോ ആന ഉറങ്ങണേ? ഉറങ്ങിണ്ടാവില്ല കേട്ടോ. ആന ഉറങ്ങിണ്ടോ നോക്കാൻ പോവാം. സെറ്റ്, റെഡി ആവൂ, പോവാം. മണപ്പുള്ളിക്കാവ്. അപ്പൊ ഞങ്ങൾ മണപ്പുള്ളിക്കാവ് വേല നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആനകളുടെ ബാക്ക് കാണാം. അതിനുശേഷം ഞാൻ മറ്റാരോ അടുത്തൊരു ക്ലിപ്പിനെ അടുത്ത് മോഷ്ടിച്ച് ഇവിടെ ഇടുന്നുണ്ട്. കാരണം എത്താൻ വയ്യതുകൊണ്ട് അടിപൊളി ക്ലിപ്പായിട്ട് തോന്നിയതുകൊണ്ട് ഇതിനെടുത്തിട്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആനയുടെ ബാക്കിലൂടെ തന്നെ ഒരു അടിപൊളി ഇത് നടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് എല്ലാ ആനകളെയും ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ച പോലെ നന്നായിട്ട് ചേർത്തി വെച്ചിട്ടുണ്ട്. 15 ആനകൾ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. കറക്റ്റ് ഇനി 16ാമത്തെ ആനയ്ക്ക് നിൽക്കേണ്ട സ്പേസ് ഇല്ല. പിന്നെ കുടകൾ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയുള്ള കുടകൾ, നല്ല തിരക്കും. രാത്രി ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജനങ്ങളെയും നല്ലപോലെ ചേർത്ത് ഫെവിക്കോൾ ഒട്ടിച്ച പോലെ വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. നല്ല ഗംഭീര വേല. എങ്ങോട്ട് നോക്കിയാലും തിരക്ക്, തിരിഞ്ഞാലും തിരക്ക്, മറിഞ്ഞാലും തിരക്ക്, അത്രയും തിരക്ക്. അത് കഴിഞ്ഞ് അപ്പുറത്തെ മൈതാനത്ത് പോയാൽ അവിടെയും തിരക്ക്. അതിന് ശേഷം ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. ഞാൻ അവളോട് ചോദിച്ചു വാങ്ങിച്ചു കുറച്ച് ഐസ്ക്രീം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും ആനയുടെ മറ്റൊരു സൈഡിലേക്ക് പോയി. മറ്റൊരു സൈഡിൽ അവർ ടൈം നിൽക്കാൻ വേണ്ടി വീണ്ടും അടുത്ത സൈഡ് തപ്പി പോവുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഇച്ചിരി ഒന്ന് കാണാൻ പറ്റി. നല്ല തിരക്കാണെങ്കിൽ കൂടെ ഇങ്ങനൊരു വിഷ്വലും കൂടെ കാണാൻ പറ്റി. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. 15 ആന നിരന്നൊക്കെ ഉണ്ടായിരുന്നു. പാമ്പാട് രാജൻ കടമ്പ് എടുത്തിട്ട് ഇത് BMSൻ്റെ ഒരു കൊടി ഫ്രണ്ടിലുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് തോന്നുന്നു അവിടെ ഫ്രണ്ടിൽ. അത് കാരണം എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. നേരെ ആ സെൻറ്ററിലുള്ള ആനയെ അത് കഴിഞ്ഞ് ഇതേപോലുള്ള കളികളൊക്കെ സംഭവങ്ങളൊക്കെ കണ്ടു. ആ വേഷം മുകളിൽ കയറി ചാടുന്നൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആനയെ തേടി അപ്പുറത്തെ സൈഡ് പോയി നിന്നു. ആ വിഷ്വലിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ആലവട്ടം വെഞ്ചാമരമൊക്കെ തൂക്കി നിൽക്കുന്നതൊക്കെ കണ്ടത് ഭയങ്കര അടിപൊളിയല്ലായിരുന്നു. പിന്നെ ഞങ്ങളത് കടല വാങ്ങാൻ പോയി. ഇങ്ങനെ കടല വാങ്ങിച്ചു. കഴിഞ്ഞതിൻ്റെ ആവശ്യപ്രകാരം കടല വാങ്ങാൻ പോയത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒപ്പം ദേശത്തിൻ്റെ ആനകൾ നിരന്ന് വരുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം, 4 ആനകളോ 5 കുടയോ. പിന്നെ നോക്കുമ്പോൾ അപ്പുറത്തൊരു ആന ഉണ്ടായിരുന്നു. നമ്മുടെ നമ്പിലത്ത് ഗോപാലകൃഷ്ണനും അതിൻ്റെ പാപ്പാൻ ശശിധരനും കൂടെ നടക്കുവരുന്നുണ്ടായിരുന്നു കടമ്പ് നീറ്റിയിട്ട്. എനിക്ക് ബാക്കിയുള്ള ആനകളെയൊന്നും അറിയില്ല. ആ ഒരു ആനയെ മാത്രമേ അറിയുള്ളൂ. നല്ല നടന്നു വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിൽ നിന്നുള്ള ഫ്രെയിമൊക്കെ അടിപൊളി. അവിടെ നിന്ന് അപ്പുറത്തുനിന്നുള്ള ലൈറ്റും ആനപ്പുറത്തിരിക്കുന്നവരും ആനക്കൊടയും കുന്തവും പോലും അടിപൊളി. ആൾക്കാരാണെങ്കിൽ ആനയുടെ കാലിൽ ചവിട്ടി നടക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. അതിൻ്റെ ഇടയിൽ സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ ലൈറ്റ് കണ്ടു. പക്ഷെ അത് ലൈറ്റായിരുന്നു. വീണ്ടും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആനയുടെ പുറത്ത് ആളൊക്കെ എണീറ്റ് നിൽക്കുന്നത് കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ആന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതൊക്കെ കണ്ടു. റിവേഴ്സ് ലൈസൻസ് എടുക്കാൻ പോയ വണ്ടി തിരിക്കുന്ന പോലെയാണ് ആനയുടെ ഡ്രൈവർമാർ ആനയെ തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 5 ആനകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടു. ഇത് കൊപ്പം ദേശത്തിൻ്റെ ആനകളാണെന്ന് തോന്നി. പിന്നെ RKG നെയ്യിൻ്റെ പരസ്യം അഭിനയിക്കുന്ന പോലെ ഭയങ്കര അതും കൊണ്ട് അലയുന്നുണ്ടായിരുന്നു. വീണ്ടും ലൈറ്റുകളുടെ അടിയിലുള്ള ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീണ്ടും RKG നെയ്യിൻ്റെ പരസ്യമായി പൈങ്കു. വീണ്ടും ആനകളെ കാണുന്നുണ്ട്. ഒരു 4-5 ആനകൾ, 5 ആനകളെ കറക്റ്റായി കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദേശത്തിൻ്റെ ആനകൾ 2 ആനകളുമായിട്ട് വരുന്നുണ്ട്. പഞ്ചവാദ്യവും വളരെ മനോഹരമായിട്ടുണ്ട്. 5ഉം 2 7 ആനകൾ ഇനിയിപ്പോൾ നിരന്ന് നിൽക്കുന്നത് കാണാം. ആ 2 ആനകൾ തന്നെയാണ് വീണ്ടും വരുന്നത്. ഫ്രണ്ടിൽ ലൈറ്റുകളുമായിട്ടൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദേശത്തിൻ്റെ ഒരു 3 ആനകളും കൂടെ വന്നിട്ടുണ്ട്. വെസ്റ്റ് യാക്കരയുടെ വെസ്റ്റാണോ ഈസ്റ്റാണോ വെസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ വെസ്റ്റ് യാക്കരയുടെ ആനകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഞങ്ങൾ വീണ്ടും ഐസ്ക്രീം വാങ്ങാൻ പോയി. അവിടെ 1 വേണോ 2 വേണോ എന്ന് ചോദിച്ചാണ്. ലാസ്റ്റ് 1 തീരുമാനമായി. കാരണം അത് 2ാമത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമായിട്ട് വാങ്ങി കഴിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് RKG നെയ്യിൻ്റെ പരസ്യത്തേക്ക് വീണ്ടും പോയി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് വീണ്ടും ഐസ്ക്രീം വാങ്ങി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴും RKG വിട്ടിട്ടില്ല, നെയ്യിൻ്റെ പരസ്യമല്ല. അങ്ങനെ അവൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ എമ്മി എമ്മി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതാണ് വയറൊഴിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ഈ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കൊണ്ടാന്ന് തോന്നുന്നു ഒരു റൗണ്ടൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. അവിടെ മുറ്റടിക്കാന്ന് തോന്നി അവിടെ കുപ്പയൊക്കെ കണ്ടപ്പോൾ. അതിന് വീണ്ടും കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.